ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാം നേച്ചർ സിനിമാ കൊട്ടക. സിനിമാ കൊട്ടകയുടെ 2023 ആദ്യത്തെ ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ ഉള്ളത് കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വരാനുള്ള കാരണം ഇപ്പോൾ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മാളികപ്പുറം എന്ന സിനിമയുടെ ലൊക്കേഷൻ തേടി വന്നതാണ് നമ്മൾ. അപ്പോൾ ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് കല്ലേലിൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെയാണ് നമ്മുടെ കല്ലുവും പീയൂഷും അതുപോലെ തന്നെ നമ്മുടെ പീയൂഷിൻ്റെ സ്വന്തം തുളസി പി ഒക്കെ പഠിച്ച ആ സുന്ദരമായ സ്കൂളുള്ളത്. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ കാഴ്ചകൾ ഒന്ന് കാണാം. വാ. ഈ വഴി ഇവിടുന്നാണ് നമ്മുടെ ഇങ്ങനെ സൈജു കുറുപ്പ് അവതരിപ്പിച്ച അജയൻ എന്ന കഥാപാത്രം കല്ലുവായിട്ട് വന്ന് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്നാണ് കല്ലു അകത്തേക്ക് പോകുന്നത്. സുന്ദരമായ ഒരു സ്കൂളാട്ടോ, വളരെ ശാന്തമായ അന്തരീക്ഷം. ഇവിടേക്ക് ഇരുന്ന് പഠിക്കാൻ തന്നെ നല്ല രസമായിരിക്കും. ഇത് ജോർജ് ജോസഫ് മെമ്മോറിയൽ UP സ്കൂൾ കല്ലേലിയാണ്. അപ്പോൾ നമുക്ക് കല്ലൂരിൻ്റെ സ്കൂളിലോട്ടൊന്ന് കയറാം. വാ. ഇവിടെ വെച്ച് കുറേ അധികം ഷോട്ടുകൾ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്, സിനിമയ്ക്കകത്ത്. UP സ്കൂളാണ്, 7ാം ക്ലാസ് വരെ. ഈ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് കുറേ അധികം ഷോട്ടുകൾ നമുക്ക് ആ സിനിമയിൽ കാണാം. കാര്യം പാട്ട് സീനിലായാലും അല്ലാതായാലും നമ്മുടെ സൈജു ചേട്ടൻ കല്ലുവിനെയും കൊണ്ട് ബൈക്കിൽ വരുന്നതായിട്ടും സ്കൂളിൻ്റെ ഇങ്ങോട്ട് വിടുന്നതായിട്ട്, അതുപോലെ തന്നെ രഞ്ജി പണിക്കർ ചേട്ടനൊക്കെ ആയിട്ടുള്ള കുറേ സീനുകൾ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്കൂള് കണ്ടിട്ട് അട്ടച്ചാക്കൽ എന്ന് പറയുന്നത്, കോന്നിക്ക് അടുത്ത് തന്നെയുള്ള അട്ടച്ചാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്വന്തം മാളികപ്പുറം കല്ലുവിൻ്റെ വീടുള്ളത്. വാ. ഇതായിരുന്നു കല്ലുവിൻ്റെ വീടായിട്ട് ആ മാളികപ്പുറം സിനിമയിൽ ചിത്രീകരിച്ച വീട്. അപ്പോൾ സിനിമയിൽ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. അപ്പോൾ കിണറൊക്കെ നികത്തി. ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല. ഇതേ കസേര സിനിമയ്ക്കകത്ത്. എല്ലാം സെയിമാണ്. സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അവരെല്ലാം. കുഷ്യനും എല്ലാം കറക്റ്റ്. ആ മരിപ്പ് സീനിന് ശേഷം നമ്മുടെ രമേശ് ചേട്ടനൊക്കെ സംസാരിക്കുന്ന സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. രമേശ് ചേട്ടനും നമ്മുടെ KSCB അളിയനൊക്കെ ആയിട്ടുള്ള സീനൊക്കെ എടുത്തേക്കുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമ്മളെയൊക്കെ വളരെ അധികം വേദനിപ്പിച്ച ആ ഒരു സീനൊക്കെ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ലൊക്കേഷൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു സിനിമയിൽ അഭിനയിച്ച, അതായത് കല്ലുവിൻ്റെ കൂട്ടുകാരിയായിട്ട് ആ സിനിമയിൽ ഉടനീളമുണ്ട് ഒരു മോളെ നമുക്ക് കാണാൻ പറ്റി. അത് സ്കൂളിൽ പോകാനായിട്ട് ഈ വഴി വന്നതാണ് അച്ഛനുമായിട്ട്. അപ്പോൾ അച്ഛനാണ് നമ്മളടുത്ത് പറഞ്ഞത് ഈ മോള് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഇതാണ് ആള്. അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളിനി പോകുന്നത് ആ ഒരു ജംഗ്ഷനൊക്കെ കാണിക്കത്തില്ല, അതായത് സൈജു ചേട്ടനെ മറ്റേ നമ്മുടെ ശ്രീത് രവി ചേട്ടനെ ഇടിക്കുന്ന ആ ഒരു സീനൊക്കെ എടുത്ത അടിച്ചിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് നമ്മുടെ കല്ല് നിന്ന് അയ്യപ്പ എന്ന് വിളിക്കുന്ന ആ മനോഹരമായ സ്ഥലമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അത് കാണാൻ പോകാം. അപ്പോൾ നമ്മൾ ആ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ചേട്ടൻ നമുക്ക് 2 ലൊക്കേഷനും കൂടി പറഞ്ഞു തന്നു. അതിലൊന്ന് ഇതാണ്. അപ്പോൾ ഇത് അട്ടച്ചാക്കൽ തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ സിനിമ കണ്ടവർക്കെല്ലാം അറിയാൻ പറ്റും. ഇവിടെ വെച്ചൊരു ഗംഭീര ഷോട്ടുണ്ട്. അതായത് നമ്മുടെ പീയൂഷും കല്ലുവും അതുപോലെ തന്നെ തുളസി പി ഒക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ പട്ടട
ആദ്യമായിട്ട് കാണിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പട്ടട വന്നിട്ട് മാളികപ്പുറം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിങ്ങനെ കല്ലുവിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ഭസ്മം ഇങ്ങനെ തൊടത്തില്ലേ, ആ ഒരു സീൻ എടുത്തിരിക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നിന്നാണ് അവരിങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ചും ഒരു സീനുണ്ട്. ഇത് അരിവാപുരം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കാണ്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന അപ്പൂപ്പൻകാവിലെ ഒരു ബാങ്കായിട്ടാണ്. സൈജു ഗ്രൂപ്പ് വന്നിട്ട് നമ്മുടെ ലോൺ എടുക്കാനായിട്ട് വരത്തില്ലേ, സൈജു ഗ്രൂപ്പും ഈ ഒരു സിനിമയുടെ തിരക്കഥാകൃത്ത് അതായത് അഭിലാഷ്, പുള്ളി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരു മെമ്പറായിട്ട്. അവർ രണ്ടും കൂടി ഇറങ്ങി വരുന്ന ബാങ്കായിട്ട് കാണിക്കുന്ന ഈ ഒരു കെട്ടിടമാണ്. ഇപ്പോൾ നമ്മൾ അടിച്ചിപ്പുഴ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു സിനിമയിൽ നമ്മുടെ സൈജു കുറുപ്പേട്ടന് ആ ഒരു അടി കിട്ടുന്ന സീനും അതുപോലെ തന്നെ രമേശേട്ടൻ്റെ കടയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഇതാണ്. ഇവിടെയാണ് നമ്മുടെ പട്ടട കിടക്കുമ്പോഴത്തേനും കല്ലു അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് തേൻമുട്ടായൊക്കെ കൊടുക്കുന്ന സീൻ എടുത്തിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ചായക്കടയായിട്ട് കാണിച്ചിരുന്നത്. ഇതൊരു വീടാണ്. ഇത് ഫ്രണ്ടിലോട്ട് ഇറക്കി സെറ്റ് ഇട്ടിട്ടാണ് ചായക്കടയായിട്ട് കാണിച്ചിരുന്നത്. ഈ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടോ അതിനകത്ത്? ഇവിടെ എത്ര നാളുണ്ടായിരുന്നു ഷൂട്ടിങ്? ആഴ്ച എന്നോ മാസമാണോ? 4 ദിവസമേ ഉള്ളായിരുന്നു. അത്രേ ഉള്ളായിരുന്നല്ലേ? ഇവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു ചേട്ടാ ഷൂട്ടിങ്? 4 ദിവസമേ ഉള്ളായിരുന്നല്ലേ? മറ്റേ കാവിലോട്ട് പോകുന്ന വഴിയാണ്. അത് ഈ വഴിയാണ് കയറി പോകുന്നത്. ബൈക്ക് പോവോ? ഈ വഴിയല്ലേ? അറിയത്തില്ല. ചെന്ന് ഇറങ്ങുന്ന ജംഗ്ഷനാണോ? ആ അത് കണ്ട്. ആ വിളിക്കുന്ന ആ സ്ഥലം പനമ്പാറ. അതുപോലെ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടിച്ചിപ്പുഴയിലെ പനമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പനമ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് മാളികപ്പുറം സിനിമയിൽ കല്ലുവിന് അവരുടെ അച്ചായി ശബരിമല കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അവർ രണ്ടും കൂടി ഇവിടെ വന്ന് നിന്നിട്ടാണ് അങ്ങോട്ട് നോക്കി അയ്യപ്പ എന്നുള്ള ആ ഒരു മനോഹരമായ സീനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കല്ലു ഇവിടെ നിന്ന് അയ്യപ്പ എന്ന് വിളിക്കുന്നത് അങ്ങോട്ട് നോക്കിയിട്ടാണ്. സിനിമയിലെ അപ്പൂപ്പൻകാവായിട്ട് കാണിക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ആദ്യമേ ഒരു മരണം ഉണ്ടായെന്നൊക്കെ പറയുന്നത്. ഇവിടെ വെച്ച് കുറേ അധികം സീനുകളുണ്ട്. അതായത് നമ്മുടെ സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാം കൂടി വരുന്നൊരു സീനുണ്ട്. പിന്നെ കല്ലു ഇവിടെ നിന്നിട്ട് ശേഷം ഇവിടെ നിന്നിട്ട് കുറേ സീനുണ്ട്. ഈ ഒരു പനയാണ് നമുക്ക് ആ ഷോട്ടിലെല്ലാം കാണാൻ പറ്റിയ ഒരു പന. അതുപോലെ തന്നെ ഇവിടെ ഒരു വിളക്ക് വെക്കുന്ന സ്ഥലമുണ്ട്. ഇത് ഈ നാട്ടുകാരുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് പനമ്പാറ എന്ന് പറയുന്നത്. ഞങ്ങൾ താഴെ വന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ആളുകൾ വന്നിരിക്കാറുണ്ട്. നമ്മളിപ്പോൾ വന്നപ്പോൾ ഉച്ചയായിട്ടുണ്ട്, അതാണ് ഇത്ര വെയിൽ ഇവിടെ. അപ്പോൾ മാളികപ്പുറം എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു. ഞങ്ങളെ കൊണ്ട് പറ്റിയതിലെല്ലാം മാക്സിമം ലൊക്കേഷൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് പമ്പയും ശബരിമലയൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വളരെ മനോഹരമായ മറ്റൊരു ലൊക്കേഷൻ കാഴ്ചകളുമായി കാണുമ്പോൾ സ്വാമി ശരണം.